ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കൈരളി ന്യൂസിൻ്റെ ഹാപ്പി ഓണം. ഈ ഓണക്കാലം ഞങ്ങളിങ്ങനെ ഏറ്റവും മനോഹരമായ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ ദാ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് മനു, അല്ലേ? കായലിന്റെ നടുവിലൂടെ ഓണം, അല്ലേ? വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിച്ച് കുട്ടനാടിൻ്റെ ഈ ഭംഗി ആസ്വദിച്ച് സംഗീതം, അല്ലേ? ഒരു ഫ്യൂഷൻ്റെ ഒരു സമയമാണ് കൈരളി ന്യൂസ് പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരുക്കുന്നത്. ആഘോഷങ്ങളുടെ ഒരു അരമണിക്കൂർ. ഏറ്റവും മികച്ച ഓണക്കാലം, വളരെ സന്തോഷകരമായ ഓണക്കാലം. കേരളത്തിൻ്റെ ഏറ്റവും മികവാർന്നൊരു കാലത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ സംഗീതം വേണം, അതിൻ്റെ ആധുനിക കാല സംഗീതം വേണം, നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളെ, അത് ഭാഷകൾക്ക് അതീതമായ സംഗീതത്തെ എല്ലാം കൊണ്ടുവരുന്ന ഒരു അരമണിക്കൂർ, ഒരു ന്യൂജൻ, അല്ലേ? ന്യൂജൻ ഫ്യൂഷൻ ഓണം. അതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. അതെ, ഇതാ ഇവിടേക്ക് ഇപ്പോൾ ഒരാളെത്തും. ആ ആളായിരിക്കും ഇനി കളം ഭരിക്കാൻ പോകുന്നത്. കൂട്ടാളികളെയൊക്കെ കൂട്ടുപ്രതികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ നമുക്കെല്ലാം പരിചയപ്പെടാം. അപർണ പ്രദീപ് എത്തും. അപർണ പ്രദീപ് ആയിരിക്കും ഇനി ഈ മ്യൂസിക്കൽ ഷോ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലേ? അപ്പം എവിടെ അപർണ പ്രദീപ് എവിടെയെന്നാണ് ചോദിക്കുന്നത്? വിളിക്കാം, വരൂ അപർണ, വരൂ. ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് ഓണക്കാലം? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഒരുപാട് സ്റ്റേ ചെയ്തിട്ടുണ്ട്, പക്ഷെ കായലിന്റെ നടുവിൽ ഒരു സ്റ്റേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? നമ്മളത് അവിടേക്കൊക്കെ പോവും. അപ്പോൾ നമ്മളിങ്ങനെ വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിച്ച് നമ്മളും കുട്ടനാടും എല്ലാം വരുന്ന അതിൻ്റെ ഒരു ഭംഗി, അപർണയുടെയും സംഘത്തിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ഓണക്കാലത്ത് കാണാൻ പോവുകയാണ്. അപ്പം കുട്ടനാടിൻ്റെ, നമ്മുടെ ടൂറിസത്തിൻ്റെ ഒക്കെ എല്ലാ ഭംഗിയും നമ്മുടെ നാട്ടിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾക്ക് വരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നായി നിങ്ങളുടെ ഈ മ്യൂസിക്കൽ ഓണക്കാലം മാറട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പം മനു, ഇവരെ ഒന്ന് പരിചയപ്പെടണ്ടേ? അപർണയെ ഒന്ന് പരിചയപ്പെട്ടിട്ട്, അപർണ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എങ്ങനെ പോകുന്നു പ്രോഗ്രാംസ്, അതിനെക്കുറിച്ചൊന്ന് ക്വിക്കായിട്ട് ബ്രീഫായിട്ട്. ഞാൻ 10th പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ. നല്ല എനർജി. ഈ വയലിനിൽ മാത്രം പോരാ ആളിന് ശക്തി. ആ, ഓക്കെ. ആ, അതൊക്കെ പാട്ടി കാണിച്ചു തരാം. അതെ. ഓണക്കാലത്ത് എന്താ പരിപാടി? ഓണക്കാലത്ത് ഇനി നിറച്ച് പ്രോഗ്രാം ചെയ്യണം. അതാണ്. അപ്പൊ ഇവിടെ നമ്മളാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇവരെയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തത്തില്ലേ? ഈ മൈക്കും കൊണ്ട് അവരോട് സംസാരിച്ചേ. ഇതാണ് ഞങ്ങളുടെ ഡ്രമ്മർ. പേരെന്ന് പറയൂ? സുബിൻ. ആ, പഠിക്കുകയാണോ? ഏത്? +2. കൊച്ചു കലാകാരന്മാരാണ്. 10ാം ക്ലാസ്സുകാരി +2. ഓക്കെ. ആ, ഏതായാലും അപർണ അവിടെ നിൽക്കുകയാണ്. ഹായ്, ഹലോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ, പേര് പറയാം? പേര് വിമൽ. വിമൽ. ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞോ? എന്താ കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ പ്രൊഫഷണൽ മ്യൂസിക്കായിട്ട്. ആ, അത് ശരി. കീബോർഡ് പ്ലെയർ ആണ്, അല്ലേ? ബാൻഡൊക്കെ കാര്യമായിട്ട് പോകുന്നുണ്ടോ? എങ്ങനെയുണ്ട് അപർണയും ടീം? നിങ്ങളുടെ ടീം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപർണ ആളെങ്ങനെയുണ്ട്? അപർണ അടിപൊളിയാണ്. അടിപൊളിയായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ചില്ലായിട്ട് നിൽക്കുകയാണ്, അല്ലേ? ഒരു പൊളി വൈബാണോ? പൊളി വൈബാ. അപ്പോൾ ഏതായാലും കൂടുതൽ പറഞ്ഞ് ആ സമയം കളയുന്നില്ല, നമുക്ക് പാട്ട് കേൾക്കാം. ഞങ്ങൾ താഴെ പോയി ചെണ്ടക്കാരെയും കൂടി കാണാം. മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു. ഹായ്, വെള്ളമുണ്ട്. അപർണ നോക്കുന്നുണ്ട്, ഇവരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ചെണ്ടമിടുക്കന്മാർ ഉണ്ട്. മനു, ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഫീൽഡ് ഇവിടം വരെ ഉള്ളൂ, അതിനപ്പുറം വെള്ളമാണ്. ചാടരുത്. പക്ഷേ ഈ നമ്മൾ ചെണ്ടയിലോട്ട് പോകുന്നതിന് ഓക്കെ, അത് ഇതിന്റെ ചെണ്ടയാണ്, അല്ലേ? നമ്മൾ ഓടിക്കുന്ന ചേട്ടന്റെ ചെണ്ട. ഇത് കൊട്ടാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കൊട്ടാറുണ്ടോ? വരുന്നവരാണോ? ഓക്കെ, ചെണ്ടക്കാർ, നമ്മുടെ ചെണ്ടമേളക്കാരുണ്ടല്ലേ, എല്ലാവരും ഇത് പരിചയപ്പെടാം. പേര്? ശരത്. ഞാനും ശരത്. നമ്മൾ സെറ്റായി. എന്റെ പേര് അരവിന്ദ്. ഇച്ചിരി എനർജി. അരവിന്ദ്. ആ, നന്ദു. ശരത്ത്, അരവിന്ദ്, നന്ദു. ആ, പിന്നെ എന്റെ പേര് ശരത്. അത് ശരി. സംസ്ഥാന സമ്മേളനമാണല്ലോ. ശരത്തുമാരുടെ സംസ്ഥാന സമ്മേളനം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ, ശരത്ത്, അഭിലാഷ്, ഷാരോൺ, ആ, സെബിൻ. അപ്പോൾ ഇതാണ് അപർണയുടെ ബാൻഡ്. എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വേമ്പനാട്ട് കായലിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മുമ്പ് പറഞ്ഞല്ലേ, ഒരുപാട് വർത്തമാനമില്ല, മാക്സിമം സമയം. പാട്ടോണമാണോ ബോട്ടോണമാണോ? രണ്ടും കൂടെ ചേർക്കാം. കുട്ടനാടിന്റെ ഓണം പാട്ടോണമാണ്. അടിമുടി സംഗീതം, അടിമുടി പാട്ട്, ന്യൂജൻ ഓണം. നമ്മൾ കൈരളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അപർണതായി വയലിൻ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ നീലവാനിനു കീഴിലായി, നമ്മൾ ഈ നീലവാനിന് കീഴിൽ നിൽക്കുകയാണ്. അപർണ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഒന്ന് പ്ലേ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങിയാലോ? യെസ്. ആ,
തലമുറ കൈരളിയുടെ ഈ ഒരു സംഗീതത്തെ എത്ര ഹൃദ്യമായി ഏറ്റെടുത്തു എന്നാണ് നമ്മൾ ഈ ഓണക്കാലത്ത് ആദ്യം കേട്ടത്. അപ്പോൾ ഇനി അങ്ങോട്ട് പാട്ടുകളാണ്. ആ പാട്ടുകളുടെ പുതിയ കാലത്തിൻ്റെ എല്ലാ ആവേശത്തെയും ചാരുതയുമാണ് അവരുടെ ഓരോ പാട്ട്. അതെ, വേഗതയാർന്ന സംഗീതമാണ് കേട്ടോ, അത് കൃത്യമായി പറയാം. അതിവേഗതയോടെ സ്പീഡ് ബോട്ട് പോകുന്ന പോലെ നമ്മളിത് ആ പാട്ടുകളിലേക്ക് ഇങ്ങനെ പോകാൻ പോവാണ്. അവരെല്ലാം ഇങ്ങനെ നോക്കണം കേട്ടോ, ഇത് എന്ത് ഏർപ്പാടാണെന്നുള്ളത്. ഇതുപോലെ ഓണം കൂടിയിട്ടുണ്ട്. യെസ്, ഇതൊരു വളരെ വ്യത്യസ്തമായ ഒരു ഓണാനുഭവത്തിലൂടെയാണ് നമ്മൾ തന്നെ പോകുന്നത്. ഇല്ല ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ഇനി എന്താ അടുത്ത ഒരു കിടിലൻ സോങ് ഏതാണ്? അടുത്ത കിളിയെ പോവാം. ARMല് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും song ആണ്. ഫേവറേറ്റ് ഈ അടുത്ത കാലത്ത് മലയാളികൾ ഒരുപാട് പാടിയ കേട്ട ഒരു പാട്ടാണ് അല്ലേ? അതെ. അപ്പൊ ഏതായാലും അത് തന്നെ ആവട്ടെ, അത് ഗംഭീരമാക്കട്ടെ അല്ലേ? അപ്പൊ ഏതായാലും അപർണയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൊവിനോ പടമായിരുന്നു അല്ലേ? അതില് നല്ല ഗംഭീരമായ പാട്ടാണ്, വളരെ ഗംഭീരമായി ഇവരിവിടെ പെർഫോം ചെയ്തു. നമുക്ക് അവിടെ നിന്നൊരു അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്. മനു ഈ തമിഴ് സിനിമകളുടെ ആളാണ്. അപ്പൊ മനുവിന് അങ്ങനത്തെ ചില 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 ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ അപർണയോട് പറയുന്നത് തമിഴ് പാട്ട് പാടുമോ? പ്രശ്നമില്ല, നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അല്ലേ ഒരു തമിഴ് പാട്ട് വായിക്കുമോ? ഏത് പാട്ട് വായിച്ചു തരും? ഞാൻ പുതിയ സിനിമയിൽ അവന്റെ തലവൻ തലവിയില് വിജയ് സേതുപതി നിത്യമേനോൻ. അതെ അതിനകത്ത് പൊട്ടല മുട്ടായി എന്ന് പറയുന്നത്. പൊട്ടല മുട്ടായി അത് മാത്രം ഇങ്ങനെ പിന്നെ കോംബോ കുറച്ച് സസ്പെൻസ് ആണ്. ശരി, പൊളിക്കാൻ നോക്കി നടന്നില്ല. അതെ, അപ്പൊ ശരിയല്ലേ? അപ്പൊ ഒരു തമിഴ് പാട്ടിൽ തുടങ്ങി ഇങ്ങനെ സഞ്ചരിക്കാം. ഓക്കെ, അപ്പൊ കാണാം.
അപർണയുടെ ഒരു വൻ എക്സ്പീരിയൻസ് ആണ് ഇതല്ലേ അപർണ? സാധാരണ ഇങ്ങനെ- അവനൊരു കാര്യം നോക്കൂ, ദാ കായലിന്റെ നടുവിൽ അവനെ അതാ കേൾക്കുന്ന ഞാൻ മനുഷ്യനെ പറഞ്ഞത്. അതായത് കേട്ടോ അപർണ, സാധാരണ ഇങ്ങനെ ബാൻഡൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മുമ്പിലൊക്കെ പിള്ളേരും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് യൂത്തൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് തകർക്കുന്ന സമയത്ത് ഇങ്ങനെ വേമ്പനാട്ട് കയ്യിലെ ഓളങ്ങളാണ് മുമ്പിൽ ഇങ്ങനെ അല്ലേ? പക്ഷേ എല്ലാ സൈഡിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പുറത്ത് പുന്നമടക്കായലിലെ ഈ ടെർമിനൽ നിറച്ച ആളുകളാണ്. അവരിങ്ങനെ അപ്പുറത്തൊക്കെ ഡാൻസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. നമ്മുടെ ഇവിടേക്ക് വന്ന ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ പല ബോട്ടിൽ പാട്ട് കേട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇനി വേണോ? ആ പാടാ, ഒന്നുകൂടെ പാടാൻ പറയുന്നു. ഓക്കെ, അങ്ങനെ നമ്മളിങ്ങനെ സഞ്ചരിച്ചതായി വന്ന് നിൽക്കുന്നത് പുന്നമട കായലിൻ്റെ ഈ പറഞ്ഞ ടെർമിനലാണ്. നേരത്തെ നമ്മൾ കായലിൽ നിന്നാണ് കണ്ടത് ടെർമിനൽ. നടുവിൽ ഇങ്ങനെ വന്ന് ടെർമിനലിൽ വരുന്നു. ഓണക്കാലമാണ്, ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഓണം ആഘോഷിച്ചൊക്കെ ഇങ്ങനെ നമുക്ക് ചുറ്റും കൂടുന്നുണ്ട്. ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് പറഞ്ഞ ഇങ്ങനെ അല്ലേ? മുമ്പേ ഓളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, ചില്ലേ അല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൊളി വൈബ് പാട്ട് ഇവർക്ക് വേണ്ടി പാടുവോ? പാടണ്ടേ? വായിക്കണ്ടേ? ഓക്കെ, ഇതാ കിട്ടിക്കഴിഞ്ഞു. കിട്ടി, തീർച്ചയായും വേണം. അപ്പോൾ നമ്മൾ ഈ ഓണത്തിന്റെ ഒരു സംഗീത യാത്രയല്ലേ? യാത്ര ഇങ്ങനെ എങ്ങനെയുണ്ട് മനു? ആസ്വദിച്ചോ? ഗംഭീരം, അതിമനോഹരം. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക്. പക്ഷേ യാത്രയെക്കാളും എന്നെ കൊണ്ടെത്തിച്ചത് ഈ അവസാന വൈബായിരുന്നു കേട്ടോ. അതിങ്ങനെ സഞ്ചരിച്ച് വന്ന് ഇവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങി. അപ്പൊ ഇവരുടെ കൂടെ അങ്ങ് അപർണ ടീം അങ്ങ് ജെല്ലായി. അതെ. അപ്പൊ അങ്ങനെ കണ്ടൊരു ഓണ സമയമാണ് സംഗീതത്തിന്റെ. വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി വൈബായിരുന്നു. അടിപൊളി വൈബായിരുന്നു. ചെണ്ടക്കാരെന്താ പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി വൈബാണ്, പൊളി വൈബ്, രക്ഷയില്ല, അടിപൊളി സെറ്റ്. കുട്ടനാടുകാരല്ല, ഒന്നും പറയാനില്ല. ശരത്ത് എന്താ പറയുന്നത്? ശരത്ത് ഇവിടെ മൈക്ക്. ഓക്കെ, മൈക്ക് കാണുമ്പോൾ വിനയം കൂടുതലാണ്. അതെ. അപ്പൊ ഏതായാലും നമ്മളിതാ ഇവിടെ വന്ന് ഇങ്ങനെ വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിച്ച് ഞങ്ങളിങ്ങനെ ഈ വളരെ രസകരമായി ആസ്വദിച്ചു. ഉറപ്പായും പ്രേക്ഷകർ. പക്ഷേ നമുക്കിങ്ങനെ ഈ ഹൗസ് ബോട്ടിലൂടെ സഞ്ചരിച്ച് ഇവിടെ വന്നിറങ്ങി ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ട്രിപ്പ് തയ്യാറാക്കി തന്ന നമ്മുടെ സുഹൃത്തിനെ കൂടി ഈ അവസാന പാട്ടിലേക്ക് പോയി, ഈ പരിപാടിയുടെ അവസാന പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിയാസിനെ കൂടി വേണം അല്ലേ? മൈ ട്രിപ്പ് ഹൗസ് ബോട്ടിന്റെ നിയാസിനെ കൂടി നമുക്കൊന്ന്. നിയാസ് ഓൺ സ്റ്റേജ്. ഹായ്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഷാജഹാനും നിയാസും നമ്മളും എല്ലാവരും കൂടി ഇങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. ഓണം നമ്മൾ തകർത്ത്. ഇത്രയും കാലത്തെ അനുഭവത്തോടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം. എങ്ങനെയുണ്ടായിരുന്നു ടൂറിസത്തിന്റെ ബാക്ക് വാട്ടർ ടൂറിസം? എങ്ങനെയുണ്ട്? കൂടുതൽ സജീവമായി വരികയാണ്? നല്ല രീതിയിൽ സജീവമായി വരികയാണ്. ആഫ്റ്റർ കോവിഡിന് ശേഷം ഒത്തിരി ആൾക്കാർ യാത്ര ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളുടെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കുവാണ്. പ്രധാനപ്പെട്ട നമ്മുടെ ഓണ സദ്യയാണ് അവർ വരുമ്പോൾ ചോദിക്കുന്നത് തന്നെ. ഹൗസ് ബോട്ട് കൊടുക്കുന്നുണ്ട്. ഹൗസ് ബോട്ട് ബനാന ലീഫിൽ സദ്യ കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്ന ബിസിനസ്. ഇത്തവണ നല്ല ബുക്കിംഗ് ഉണ്ടോ? നല്ല ബുക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ ടൂറിസം വളരെ കാര്യമായി പോകട്ടെ. ഒരുപാട് നമ്മൾക്കൊരു വലിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു മേഖലയാണല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. മൈ ട്രിപ്പ് അപ്പോൾ കൂടുതൽ സജീവമാവട്ടെ. ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റണം. അടുത്ത ഓണത്തിന്. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഇതാ അപർണയ്ക്ക് ഒരു അപർണയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ബാൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്. ഇങ്ങനെ ചെണ്ടയും പരിപാടി വേറെ വൈബായി. ഞങ്ങളും വേറെ വൈബിലേക്ക് എത്തിപ്പെട്ടു. ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? കണ്ട് എല്ലാവരും. വൈബിലേക്ക് എത്തി. ഓക്കെ, എന്തായാലും സന്തോഷമായില്ല പറഞ്ഞ? സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു പ്ലേസിൽ പെർഫോം ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓഡിയൻസിന്റെ മുന്നിൽ ഇവിടെയായിരുന്നു. ഞാൻ അവിടെ ഫീലിങ്സിന്റെ ഷൂട്ട് അവിടെയായിരുന്നു. ഇവിടെയായിരുന്നു അല്ലേ? ടെർമിനൽ അവിടെ ആയിട്ട്. പക്ഷെ ആളുണ്ടായിരുന്നില്ല. അന്ന് ആളുണ്ടായില്ല. അന്ന് ഞങ്ങൾ രാവിലെ വന്നു. നല്ല അന്ന് ആളുണ്ടാവില്ല, കാരണം അന്ന് കൈരളി ഇല്ല. ഓക്കെ, അപ്പോൾ ദാ നമ്മുടെ ലാസ്റ്റ് സോങ് അത് പൊളിയാക്കാൻ പോകുന്നു അല്ലേ? ബാക്കിയൊക്കെ മനുവിന് വിട്ടുകൊടുക്കുക. ഏതാ നമ്മൾ പാടാൻ പോകുന്നത്? പൊളിച്ചടുക്കണം. കുട്ടനാട്ടിലാണ് നമ്മള്. കുട്ടനാടിനെ പറ്റി. ശരി, അപ്പോൾ കുട്ടനാടിനെ പറ്റി. ശരി, ആയിക്കോട്ടെ.